പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നതാണ്. റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുണ്ട്. ആ വാഹനത്തിലേക്ക് കയറേണ്ടുന്ന താമസം മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ മഴയും ശക്തമായി പെയ്യുന്നുണ്ട്. എന്നാലും ആവേശം വലിയത് തന്നെയാണ്. അവിടെ പ്രവർത്തകരും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവർ ധാരാളം പേർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ അവരൊക്കെ 24-നോട് പ്രതികരിക്കുകയും ചെയ്തു. വലിയ ഭൂരിപക്ഷത്തിലാകും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമെന്നവർ പറയുന്നുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കാണുന്നതിന് കൂടി വേണ്ടി എത്തിയിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയും വാഹനത്തിലേക്ക് കയറി. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും, KPCC അധ്യക്ഷൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നു. ചെറിയ ദൂരത്തിലുള്ള ഒരു റോഡ് ഷോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഴയും പെയ്യുന്നുണ്ടല്ലോ. അതേ അനുജ, പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. ചെറിയ റോഡ് ഷോ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. മൂത്തേടത്തെ കാരപ്പുറത്ത് നിന്നുള്ള റോഡ് ഷോ ഇതാ ആരംഭിക്കുന്നു. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലെ ആദ്യ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയാണ് മൂത്തേടത്തെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമായുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ അബ്ബാസ് അലി തങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വാഹനത്തിലുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ മൂത്തേടത്ത് നടക്കുന്നത്. പ്രവർത്തകർ ആകെ ആവേശത്തിലാണ്. ഏകദേശം 1.5-2 മണിക്കൂറായി അവരെല്ലാം തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഗഫൂറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ വീട്ടുകാരെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് വിഷയമായിരിക്കും അവർ റേസ് ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. ഇവിടുത്തെ വന്യമൃഗ ശല്യം, അതിൽ പ്രത്യേകിച്ച് ഒന്നും കേന്ദ്രവും കേരളവും ചെയ്യുന്നില്ല എന്നുള്ള വിഷയം ഇതിനു മുൻപ് തന്നെ പ്രിയങ്ക ഗാന്ധി എടുത്തു പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി വന്യമൃഗ ശല്യം മാറുമ്പോൾ അതിൽ കടുവയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഗഫൂറിന്റെ വീട്ടിലെത്തി അവിടുത്തെ ആളുകളെ ആശ്വസിപ്പിച്ചതിന് ശേഷമുള്ള ഒരു റോഡ് ഷോയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും നിലമ്പൂരിലേക്ക് പോവുക. ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് ചോദിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ പ്രവർത്തകർക്ക് ഈ അവസാന ലാപ്പിൽ വലിയ ആവേശം തന്നെയാണ് അനുജ. അതാണ്, വലിയ ആവേശത്തോടെ തന്നെയുള്ള പ്രവർത്തകർ, അണികളുടെയൊക്കെ ഒരു അണികൾ എല്ലാവരും അവിടെയുണ്ട്. വലിയ ആവേശത്തിലാണ് അവർ. പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട്, സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമുണ്ട്. രണ്ടിടത്താണെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഉള്ളത്, മൂത്തേടത്തും ഒപ്പം നിലമ്പൂരിലും.